അവിടെയോ ദൈവം തിരഞ്ഞെടുത്ത ഇപ്രകാരമുള്ള സത്യ സുവിശേഷം വിളംബരം ചെയ്യുമ്പോൾ എന്റെ ദൈവത്തെ ആരാധിക്കേണ്ട ജനത്തെ നീ അവരുടെ മനസ്സുകളെ കുരുടാക്കി, അവരുടെ കണ്ണുകളെ അന്ധത പിടിപ്പിച്ച് നീ പിടിച്ചു വയ്ക്കരുത്. ഇന്ന് രാത്രികാലം ഫറവോനെ, നിന്റെ അടിമത്തം തകരുവാൻ പോകുകയാ. ഇസ്രായേൽ ജനം ആരുടേത്? ദൈവത്തിൻ്റെത്. ദൈവത്തിന്റെ കൈപ്പണിയാകുന്ന ഈ ശരീരം, പ്രിയ ദേശമേ, പ്രിയ ദേശത്തിലെ വ്യക്തി ജീവിതമേ, ഇവിടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ, എന്റെ ദൈവം തന്റെ കൈപ്പണിയാൽ ഒരു മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞിട്ട് യേശുവിന്റെ ദൈവത്തിന്റെ ശ്വാസമാ ഒരു ശരീരത്തിൽ ഊതിയത്. ആമേൻ. മെനഞ്ഞപ്പോൾ യേശുവിന് വസിക്കേണ്ട ഒരു ആലയം, ദൈവാലയം നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ സമ്മതിക്കാതെ ചില അന്ധകാര മൂർത്തികള് നിങ്ങളുടെ ഹൃദയങ്ങളെ അപകരിച്ചു വച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം പറ, ഞാൻ ദൈവത്തിൻ്റെത്, ഞാൻ ദൈവത്തിന്റെ കൈപ്പണിയാ. എന്റെ മേൽ കിടക്കുന്ന ശ്വാസം എന്റെ ദൈവത്തിൻ്റെത്. നിനക്ക് എന്റെ മേൽ അധികാരമില്ല. ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു എന്റെ ഹൃദയത്തിൽ രാജാവായി വാഴുന്നതിനാൽ നിനക്ക് എന്റെ മേൽ അധികാരമില്ല. ഇന്ന് രാത്രികാലം പ്രിയ വിശുദ്ധന്മാരെ, നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ വിശ്വസിച്ചില്ലേലും ഈ ദേശത്തില് ഈ 5 ദിവസക്കാലമായി ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉദ്ദേശ്യമില്ലാതെ ഈ സുവിശേഷം ഇവിടെ വരത്തില്ല. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇത് ദൈവത്തിന്റെ നിയോഗമാണ്. ദൈവത്തിന്റെ നിയോഗമില്ലെങ്കിൽ ഈ സുവിശേഷം ഇവിടെ വരത്തില്ല. മേലിൽ നിന്ന് എന്റെ ദൈവം ഭൂമിയിലേക്ക് ഒരു വചനം അയച്ചിട്ടുണ്ട് എങ്കിൽ ആ വചനത്തിന്റെ പ്രവൃത്തി ചെയ്യാതെ ആ വചനം മടങ്ങി പോകത്തില്ല. അങ്ങനെയാണ് എങ്കിൽ ഈ 5 ദിവസം കൊണ്ട് വിളിച്ചു പറയുന്ന ദേശത്തോട്, വ്യക്തികളോട്, കുടുംബങ്ങളോട്, അഭിഷക്തന്മാരൊക്കെ വിളിച്ചു പറയുന്ന ആ വചനങ്ങളെ പ്രവൃത്തി ചെയ്യാതെ ആ വചനം മടങ്ങി പോകത്തില്ല. ആമേൻ. തന്നെയുമല്ല, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ പാട്ട് പാടിയ അഭിഷക്തന്മാർ, ആമേൻ, വളരെ മനോഹരമായി അവർ പാടിയതാണ്. പക്ഷെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പാട്ടുകൾ ഇവിടെ ഞാൻ കേൾക്കുവാനിടയായി. സുവിശേഷത്തിന് വേണ്ടി നീ മത്സരിച്ചാൽ, അഭിഷക്തൻ പാടിയതാ, ചൂളപോലെ കത്തുന്ന ഒരു ദിവസം ഇതാ വരുവാൻ പോകുന്നു. സുവിശേഷം നീ അംഗീകരിച്ചില്ല എങ്കിലോ, ആമേൻ, അഹങ്കാരികൾ വേരും കൊമ്പ് ശേഷിക്കാതെ എല്ലാം താളടിയാകുമേ. അടുത്തൊരു ന്യായവിധി ദിവസം ഇതാ വരുവാൻ പോകുകയോ. ഇത് കൃപയുടെ കാലമാ, ഇത് കൃപായുഗമാ. സുവിശേഷത്തിന്റെ വാതിൽ പൂട്ടുവാൻ പോകുന്നു. കൃപയുടെ വാതിൽ പൂട്ടുവാൻ പോകുന്നു. ഇതാകുന്നു രക്ഷാ ദിവസം, സുപ്രസാദ കാലം. ഈ രക്ഷയെ നീ ഗണ്യമാക്കാതെ കടന്നു പോയാൽ അടുത്ത ന്യായവിധി ദിവസത്തിൽ നീ എവിടെ കാണും? ആമേൻ, ആമേൻ ജീസസ്. എന്നാൽ ഈ കഴുതക്കുട്ടി, ആമേൻ, ശിഷ്യന്മാരോട് യേശു കൽപ്പിച്ചതുപോലെ, പ്രിയദേശമേ, ഇവിടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ, യേശു കൽപ്പിച്ചത് ചെയ്യണം. യേശുവിന്റെ കൽപ്പന അനുസരിക്കണം. യേശുവിന്റെ പ്രമാണം അനുസരിക്കണം.
7 അടിസ്ഥാന ഉപദേശം അനുസരിക്കണം. 7 അടിസ്ഥാന ഉപദേശത്തിൽ ഒന്നാമത്തത് മാനസാന്തരം. നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച നമ്മൾ മാനസാന്തരപ്പെടണം. ആമേൻ. യേശുവിന്റെ കൽപ്പന അനുസരിക്കണം, ഉപദേശം അനുസരിക്കണം, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കണം. ആമേൻ. ജീസസ് ആരെങ്കിലും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ നാളെയാകട്ടെ എന്ന് നിങ്ങൾ സമയം നീട്ടിവെക്കുന്നെങ്കിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. നാളത്തെ ദിവസം നമുക്കുള്ള ദിവസമല്ലേ അല്ല. ഇന്നലെ കണ്ടവർ എത്രയോ പേർ ഈ ലോകം വിട്ട് കടന്നു പോയിരിക്കുന്നു. ഇന്ന് കണ്ടു നാളെ പാടും പൂക്കളെ പോലെ മനുഷ്യന്റെ ആയുസ് ഇത്രേ ഉള്ളൂ. തന്നെയുമല്ല, മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ. ഇന്ന് കാണുന്ന പുല്ല് നാളെ വെയിലത്ത് വാടി കരിഞ്ഞു പോകുന്നത് പോലെ. ആമേനായതുകൊണ്ട് രക്ഷ കരസ്ഥമാക്ക. ഇത് പണമുണ്ടാക്കുന്ന പ്രസ്ഥാനമല്ലേ അല്ല. ഒരാത്മാവിന്റെ വില സർവ്വലോകത്തേക്കാൾ വിലപിടിപ്പുള്ളതാകയാൽ ഒരാത്മാവിന്റെ വിലയ്ക്ക് വേണ്ടിയ ഈ അഭിഷക്തന്മാർ ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. അവരുടെ പോക്കറ്റ് കാലിയാണേലോ ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിക്കുകയാ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹം അവരെ നിർബന്ധിക്കുകയാ. എന്ന് വെച്ചാൽ ഒരാത്മാവിന്റെ വില സർവ ലോകത്തേക്കാൾ വിലപിടിപ്പുള്ളതാ. അഭിഷേകൻ പറഞ്ഞല്ലോ, ഒരാത്മാവാണ് രക്ഷിക്കപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുകയാ. ആമേൻ. ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഈ ഭൂമിയില് കാറുണ്ട്, ലോറിയുണ്ട്, ഇരുനില കെട്ടിടങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. ഇതൊക്കെയും വലിച്ചു കൂട്ടിയിട്ട് അതിലൊന്നും പ്രശംസിക്കരുത്. ഇതെല്ലാം ശൂന്യമാണ്. ഇതെല്ലാം പട്ടുപോകുമേ. നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, ദൈവരാജ്യം. നിത്യത. പ്രിയ ദേശമേ, എന്റെ വീട്ടിനകത്ത് ആമേൻ ഇഷ്ടംപോലെ ലോറിയുണ്ട്, ഇഷ്ടംപോലെ ഏറ്റവും വിലപിടിപ്പുള്ള കാറുകൾ എവിടെ കണ്ടാലും വാങ്ങിക്കൂട്ടും. ഇഷ്ടംപോലെ ബൈക്കുകളുണ്ട്. ഏതൊക്കെ ഫാഷൻ എന്നറിയത്തില്ല. പക്ഷേ ഇതെല്ലാം ഒരു നാൾ വിട്ടയച്ച് പോയ ഒരു ദിവസമുണ്ട് എൻ്റെ വീട്ടിനകത്ത്. അതോടെ ഞാൻ വിചാരിച്ചു, ഇതെല്ലാം ശൂന്യമാണ്, ഇതെല്ലാം പാഴാണ്. ഈ പാഴ് മരുഭൂമിയില് പാഴാണ്, ഇതെല്ലാം പാഴാണ്. എനിക്ക് ഇരുനില കെട്ടിടങ്ങൾ യേശു തന്നു. ഞാൻ അതിലൊന്നിലുമേ പ്രശംസിക്കുന്നില്ല. പക്ഷെ ഞാൻ യേശുവിന് വേണ്ടി ഓടും. വലിയൊരു പ്രതിസന്ധിയുടെ നടുവില്, വലിയൊരു പ്രതിസന്ധിയുടെ നടുവില് എനിക്കൊരിക്കൽ പോലും നേരിടുവാൻ കഴിയാത്തതായ വലിയൊരു പ്രതിസന്ധി, എനിക്കൊരിക്കൽ പോലും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധി. ആമേൻ. എന്നെ ഞെട്ടിപ്പിച്ചു പോയ പ്രതിസന്ധി. പക്ഷേ അതിന്റെ ഫ്രണ്ടിൽ വലിയൊരു സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ തല ഛേദിക്കപ്പെടേണ്ടി വന്നാലോ ഞാൻ എന്റെ യേശുവിന് വേണ്ടി പോകും. ആമേൻ. എന്റെ തല ഛേദിക്കപ്പെടേണ്ടി വന്നാലോ ഞാൻ എന്റെ ദൈവ രാജ്യത്തിന് വേണ്ടി പോകും. ആമേൻ. അനേക അഭിഷക്തന്മാർ അന്ന് കൂടി നിന്നു. അവരെല്ലാം പറയുന്നു, നിങ്ങൾ
നിങ്ങൾ ഇതോടെ ഓതുന്നുവെന്നാ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠമായി ഓടിക്കൊണ്ടിരിക്കുകയാ. ഞാൻ 8ാമത്തെ ദിവസം മുതൽ ഓടിയതാ. പലരും പറഞ്ഞ ഈ കറുത്ത ബൈൻഡിന്റെ പുസ്തകം ഇനി ഇവൾ എടുക്കത്തില്ലെന്ന്. ഞാൻ എന്റെ യേശുവിന് വേണ്ടി പോകുകയാ. ആമേൻ. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കുന്നു, ഇത്രയും വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ട് നിങ്ങൾ ഈ യേശുവിനെ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും വച്ച് മതിയാക്കിക്കൂടെ? ഞാൻ ചോദിച്ചു, ഞാൻ എവിടെയാ ഒതുങ്ങേണ്ടേ? എനിക്കൊന്ന് കാണിച്ചതാ. എനിക്ക് എന്റെ പപ്പയുടെ മാർവിടമല്ലാതെ എനിക്കൊതുങ്ങുവാൻ മറ്റൊരു സ്ഥലം ഇല്ലേ ഇല്ല. ഞാൻ എന്റെ പപ്പയുടെ മാർവിടത്തിലേക്ക് ഒതുങ്ങുന്നത്. ആമേൻ ജീസസ്. ആമേൻ. എന്റെ സാക്ഷ്യം പറയുവാൻ ഇന്ന് സമയമില്ലല്ലോ. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ആണ്ട് മുഴുവൻ പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യമാണ്. ആമേൻ. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഇത് തന്നെയാണ് എന്റെ സാക്ഷ്യം. പ്രിയദേശമേ, പ്രിയദേശമേ, മറ്റൊരു തല്ലൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയില എന്റെ യേശുവിന്റെ നാമം അല്ലാതെ മറ്റൊരു നാമം ഇല്ല ഇല്ല ഇല്ല. എല്ലാ നാമത്തേക്കാൾ മേലായ നാമം എന്റെ യേശുവിന്റെ നാമം. ആമേൻ. അതെനിക്ക് ഉറപ്പായി പറയുവാൻ കഴിയും. എനിക്ക് ചങ്കുറപ്പോടെ പറയുവാൻ കഴിയും. കാരണം അതുകൊണ്ട് തന്നെയാ ഞാനിത് എല്ലായിടത്തും വിളിച്ചു പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ സാക്ഷി ഒരല്പം വന്ന വഴി പറഞ്ഞോട്ടെ. ആമേൻ. എന്ന് വെച്ചാൽ ഞങ്ങൾ 6 സഹോദരങ്ങളാ. അമ്മ ആരെന്ന് ചോദിച്ചപ്പോൾ അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞു. അച്ഛൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അമ്പലങ്ങളിൽ പൂജയും കർമ്മവും ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ 6 ഓർമ്മ വെച്ചപ്പോൾ ഞാൻ അമ്മയെ കണ്ടതായി എനിക്ക് ഒരു ഓർമ്മയുമില്ല. എന്റെ മൂത്ത സഹോദരങ്ങളും ഇന്ന് വരെയും അമ്മയെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എന്റെ അച്ഛന് ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ എല്ലാം മദ്യപിച്ച് വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ അമ്മയെ ഉപദ്രവിച്ച് ഉപദ്രവം സഹിക്കാൻ വയ്യാതെ എന്റെ അമ്മ ഞങ്ങൾ 6 വാരി മുറ്റത്ത് കിടന്ന കിണറ്റിനകത്ത് എറിഞ്ഞിട്ട് അമ്മയും കൂടെ കിണറ്റിൽ ചാടി മരിക്കുവാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ടു. ഞങ്ങളെ 6 കിണറ്റിലിട്ട് കൊന്നുകളയുവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. പക്ഷേ ഒരു ടൈം ആയപ്പോൾ എന്റെ അമ്മയെ കാണുവാനില്ല. അമ്മ ഈ ഭൂമിയിൽ നിന്ന് പോയി. പക്ഷേ ഞങ്ങൾ ഓർമ്മ വെച്ച് വളർന്നു വന്ന സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതുപോലുള്ള റബ്ബറിന്റെ ഇടയില്, ആമേൻ, ആ കല്ലുകളുടെ ഇടയില്, ഓലക്കീറിന്റെ പുറത്ത് ഞങ്ങൾ 6 ഒരു ഓല കുത്തി മറച്ച് ഏതോ നാട്ടുകാർ ഞങ്ങളെ ഇട്ടിരിക്കുകയാ. ഞങ്ങൾ വിശന്ന് വിളിക്കുന്ന വിളി 6 വിളിക്കുന്ന നാട്ടുകാർ കേട്ട് സഹിയില്ലാതെ നാട്ടുകാർ പോയി കട്ടക്കോട് ഗവൺമെന്റിൽ പറഞ്ഞു, സിസ്റ്റർമാരെടുത്ത് 6 പട്ടിക്കുട്ടികളും ഇവിടെ കിടന്ന് ചത്ത് നാറുന്നതിന് മുൻപായി നിങ്ങൾ അവരെ വന്നൊന്ന് ഏറ്റെടുക്കണമെന്ന്. ആ ഓല ഷെഡിനകത്ത് സിസ്റ്റർമാർ കടന്നു വന്നു. ഞങ്ങളെ കൊണ്ടുപോയി തൊഴിൽ പഠിപ്പിക്കാം എന്തൊക്കെ പറഞ്ഞു വിളിച്ചു. പക്ഷേ ഫറവോന്റെ അടിമത്തത്തിനകത്ത് ഞങ്ങൾ അവരെ ഊഴിയ വേല ചെയ്യുവാൻ എന്റെ കർത്താവ് ഞങ്ങളെ അനുവദിച്ചില്ല. ആമേൻ ജീസസ്. പ്രിയദേശമേ, ഈ ലോകത്തിലെ ചില നന്മയ്ക്ക് വേണ്ടി നീ രക്ഷകനെ സ്വീകരിക്കാതിരിക്കരുത്. ആമേൻ ജീസസ്. പാരമ്പര്യ ആരാധനയല്ല ആരാധന, സത്യ ആരാധന, പരിശുദ്ധാത്മാവിലുള്ള ആരാധന. ദൈവം ആത്മാവാകയാൽ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കണം, വിശുദ്ധിയിലും വേർപാടിലും ആരാധിക്കണം.
തന്നെയുമല്ല, ചില നാളുകൾ കഴിഞ്ഞിട്ട് ആമേൻ ജീസസ് ഞങ്ങളെ ഓരോരുത്തർ കാണുവാനായി കടന്നു വരും. നാട്ടുകാർ കാണുവാൻ കടന്നു വന്നിട്ട് പറയോ, തള്ള കോഴി അടവെച്ചു വിട്ടു, പക്ഷെ തള്ളക്കോഴി ചത്തുപോയി. 6 കുഞ്ഞുങ്ങൾ ചത്തുപോകും, ഒന്നുപോലും രക്ഷപ്പെടില്ലെന്ന്. പ്രിയ ദൈവ പൈതലേ, പ്രിയ ദേശമേ, ലോകത്തിന്റെ വിധികളെ തിരുത്തി എഴുതിക്കൊണ്ട് എന്റെ യേശു രക്ഷകൻ ഞങ്ങൾ 6 എണ്ണത്തെ ജീവിപ്പിക്കുവാനിടയായി. ആമേൻ ജീസസ്. രാവിലെ ഞങ്ങൾ 6 എണ്ണം ഇറങ്ങിത്തിരിക്കും. നല്ല വീട് കാണുമ്പോൾ വാതിൽ മുട്ടിയിട്ട് ഞങ്ങൾ 6 എണ്ണം ഈ തെരുവിലെ കെട്ടിയിരുന്ന കഴുതയുടെ ചരിത്രമായി എന്റെ ചരിത്രം. ആമേൻ. തെരുവിൽ കെട്ടിയിരുന്ന കഴുതയെ മാനിക്കുവാൻ ആരുമില്ല. പക്ഷെ ആയതുപോലെ ഞങ്ങൾ 6 എണ്ണവും രാവിലെ ഇറങ്ങിത്തിരിക്കും. നല്ല വീട് കാണുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തരുമെന്ന് പറഞ്ഞോ തെരുവ് നായ്ക്കളെ പോലെ ഓടി നടക്കുന്ന, ഒരു വസ്ത്രം ഉടുക്കുവാനില്ല, ആരെങ്കിലും തരുന്ന കഷ്ണം തുണി മാത്രമാണ് ഉടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒട്ടരെ പോലെ നടക്കുവാനിടയാകും. വാതിൽ തട്ടുമ്പോൾ പലരും തെരുവ് നായ്കളെ കല്ലെടുത്തെറിയുന്നത് പോലെ ഞങ്ങളെ ആട്ടി ഓട്ടിക്കും. ചില പാവപ്പെട്ട വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ച് വെള്ളം തന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും അല്പം ഇട്ടിരിക്കും. അത് ഞങ്ങൾ വാരി കഴിച്ചിട്ട് അടുത്ത വീട്ടിൽ പോകും. അങ്ങനെ 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 ഞങ്ങൾ തെരുവ് നായ്കളെ പോലെ ഓടി നടന്നു. പക്ഷേ അവസാനമായി കാഞ്ഞിരംകുളം സഭയ്ക്കകത്ത് ഒരു പടിവാതിൽക്കൽ ചെന്നിരുന്നു. വർഷങ്ങൾ 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 അവിടെ ഇരുന്ന് കരയുവാനിടയായി. ഈ കെട്ടിയിരുന്ന തെരുവിലെ കെട്ടിയിരുന്ന കഴുത കുട്ടിയെ പോലെ ഞാൻ ഒറ്റയ്ക്ക് ചെന്നിരുന്ന് കരയുവാനിടയായി. എന്നാൽ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കുവാൻ അറിയത്തില്ല, ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആരുമില്ല, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല. ഞങ്ങൾ കരയുമ്പോൾ നീ എന്തിന് കരയുന്നു എന്ന് ചോദിപ്പാൻ ആരുമില്ല. പക്ഷേ ആ പടിവാതിൽക്കൽ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോകും. വർഷങ്ങൾ കരഞ്ഞു, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കത്തില്ല. എന്ന് വെച്ചാൽ അവരോട് സംസാരിപ്പാൻ അറിയത്തില്ല, അവരെന്തെങ്കിലും പറയില്ലേ. ആമേൻ. അങ്ങനെ നിറഞ്ഞ ദുഃഖവുമായി കടന്നു പോകുമ്പോൾ ഒരു വെള്ളിയാഴ്ചയുടെ പകൽക്കാലം എന്റെ നസ്രത്തുകാരനായ യേശു ആരും എന്റെ അടുക്കൽ വരാതെ, ആരും എന്നെ തൊടാതെ എന്റെ ശിരസിൽ ഒരു അഭിഷേകം യേശു കർത്താവ് നേരിട്ടൊരു അഭിഷേകം ചെയ്തു. ആ അഭിഷേകമാണ് ഞാൻ ഇന്നും ഈ മണ്ണിൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി നിൽക്കുന്നത്. ആമേൻ ജീസസ്, ആമേൻ ജീസസ്. അതിനു മുൻപേ ഈ കഴുതയെ പോലെ, വായിച്ചു കേട്ട കഴുതയെ പോലെ എന്റെ തല മുഴുവൻ പുണ്ണു പിടിച്ച, പേന് പിടിച്ച ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വരത്തില്ല. നാറ്റം വെച്ച കഴുതയാണ് എന്റെ ജീവിതം. എല്ലാവരും തുപ്പിയിട്ട്, മൂക്കൽ കൈപൊത്തിയിട്ട് തുപ്പിയിട്ട് കടന്നു പോകും. പക്ഷേ പൊടി വാങ്ങിച്ച് എന്റെ തലയിൽ തേച്ചാണ് ആമേൻ ആ പുണ്ണും നാറ്റവും എല്ലാം പോയത്. പ്രിയ ദേശമേ, ഈ വസ്ത്രം, ഒരു വസ്ത്രം നീ ഉടുത്ത് 10-17 വയസ്സാകുമ്പോൾ പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം ഇരിക്കുമ്പോൾ, സ്വന്തം തലമുടി 10-17 വയസ്സാകുമ്പോൾ ഒരു കുഞ്ഞിന് 1 വയസ്സാകുമ്പോൾ മുടി മുട്ടയടിക്കുന്നത് പോലെ മുട്ടയടിച്ച് കൊണ്ടുപോയി അവർ പിന്നെ തിരുപ്പൻ വിറ്റാടി ചില കുഞ്ഞു വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് ഞാൻ പുറത്തിറങ്ങിയത്. ഇന്നെന്റെ യേശുപ്പപ്പെ അറിഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്ക് വിദേശ വസ്ത്രങ്ങളെ എന്റെ പ്രാണപ്രിയൻ എനിക്ക് വേണ്ടുവോളം തന്നു. ഇന്ന് മറ്റുള്ളവർക്ക് കൊടുക്കത്തക്ക നിലവാരത്തില് എന്റെ പ്രാണപ്രിയനെ അറിഞ്ഞപ്പോൾ യേശു എനിക്ക് തരുവാനിടയായി. ആമേൻ. ഈ അഭിഷേകം വീണപ്പോൾ അതുവരെ തള്ളയില്ലാത്ത മക്കളെന്ന് പറഞ്ഞിട്ട് ആമേൻ പൊട്ട് ശരിക്കും പൂക്കളങ്ങ്
പക്ഷെ ശരിക്കും വളകള് ആമേൻ രണ്ട് കയ്യിലും രണ്ട് കാലിലും കൂട്ടിച്ച് നല്ല തൂക്ക് കമ്മലുകള് ശരൽപ്പൊളി മാല ഇതെല്ലാം ഡൂപ്പായിരുന്നു. പക്ഷേ ഈ അഭിഷേകം വീണപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല ഞാൻ ഇതെല്ലാം ഊരി മാറ്റി. ആരും പറഞ്ഞില്ല, എല്ലാം ഊരി മാറ്റിയിട്ടാ ഞാൻ പാസ്റ്ററുടെ അടുക്കൽ പോയി പറഞ്ഞു, പാസ്റ്റേ എനിക്ക് സ്നാനപ്പെടണം. പാസ്റ്റർ പറഞ്ഞു, സുഭാഷിനെ നീ ഇപ്പോൾ സ്നാനപ്പെട്ടാൽ